ദളപതി വിജയ് സിനിമ നിർത്തുന്നു. കുറച്ചു കാലമായി നമ്മൾ കേൾക്കുന്ന ഒരു ന്യൂസ് ആണെങ്കിൽ ഇപ്പോൾ ഇത് കൺഫേം ആയിരിക്കുകയാണ്. എനിക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച ആരാധകർക്ക് വേണ്ടി ഞാൻ സിനിമ ഉപേക്ഷിക്കുന്നു. തന്റെ 69ാം സിനിമയായ ജനനായകന്റെ ഓഡിയോ ലോഞ്ചിലാണ് വിജയ് ഈ കാര്യം പറയുന്നത്. ബിഗ് സ്ക്രീനിൽ നമ്മൾ ആർപ്പ് വിളിച്ച് ആഘോഷിച്ച ആ സൂപ്പർ സ്റ്റാർ ഇനി സിനിമയിൽ ഉണ്ടായില്ല. പക്ഷേ അതിനു മുമ്പ് ഒരു വലിയ ചോദ്യമുണ്ട്. മലയാളത്തിൽ രജനീകാന്തിനും കമലഹാസനും മാത്രം നമ്മൾ കണ്ടിട്ടുള്ള സ്റ്റാർഡം എങ്ങനെയാണ് വിജയ് എന്ന ആക്ടർക്ക് നമ്മുടെ സ്വന്തം കേരളത്തിൽ കിട്ടിയത്? എങ്ങനെയാണ് ഒരു തമിഴ് നടൻ ഓരോ മലയാളിയുടെയും വിജയ് അണ്ണനായി മാറിയത്? ഗില്ലി മുതൽ ലിയോ വരെ ഓരോ സിനിമയിലൂടെയും കേരളത്തിലെ ഫാൻസിന്റെ ഹൃദയം തൊട്ട ആ യാത്രയുടെ കഥയാണിത്. ദളപതി വിജയ് സ്വന്തം സിനിമായുഗം അവസാനിപ്പിക്കുമ്പോൾ ആ സ്റ്റോറി അറിയാൻ നമുക്കൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകാം. ജോസഫ് വിജയ് ചന്ദ്രശേഖർ, ഫേമസ് തമിഴ് ഡയറക്ടർ S.A. ചന്ദ്രശേഖറിന്റെ മകൻ. അതുകൊണ്ട് തന്നെ സിനിമയിലേക്കുള്ള എൻട്രി ഈസി ആയിരുന്നു എന്ന് തോന്നാം. എന്നാൽ സ്റ്റോറി അതായിരുന്നില്ല. 10ാം വയസ്സിൽ വെട്രി എന്ന സിനിമയിലൂടെ ഒരു ചൈൽഡ് ആർട്ടിസ്റ്റായി വന്ന വിജയ് 18ാം വയസ്സിൽ നാളെയെ തീർപ്പ് എന്ന സിനിമയിലൂടെ ഹീറോ ആയി. അച്ഛൻ തന്നെയായിരുന്നു ഡയറക്ടർ. പക്ഷെ തുടക്കം ഒട്ടും നന്നായിരുന്നില്ല. സിനിമ ബോക്സ് ഓഫീസിൽ വൻ ഫ്ലോപ്പായി. വിമർശനങ്ങളും ബോഡി ഷേമിങ്ങുകളും 4 പാടുന്നു വളരെ ക്രൂരമായി തന്നെ വന്നു. ഈ ഫേസ് കാണാൻ ആര് തിയേറ്ററിൽ കാശ് കൊടുക്കും എന്ന് ഓപ്പണായി ചോദിച്ച സിനിമ മാഗസിൻസ് പോലും ഉണ്ടായി. ലുക്സിനെയും ആക്ടിങ്ങിനെയും ഡയലോഗ് ഡെലിവറിയെയും കുറിച്ച് പലരും വളരെ മോശമായി കളിയാക്കി. ഒരു ഡയറക്ടറുടെ മകൻ എന്ന ഒറ്റ കാരണത്താൽ നെപ്പോട്ടിസം എന്ന ടാഗ് ഓരോ സിനിമയിലും ഒരു ഭാരമായി കൊണ്ടു നടക്കേണ്ടി വന്നു. അതുപോലെ സിനിമകളുടെ തുടർച്ചയായ പരാജയം കാരണം പലരും അദ്ദേഹത്തെ ഒരു ബിലോ ആവറേജ് ആക്ടറായി എഴുതി തള്ളി. ചുറ്റും ഉയർന്ന കളിയാക്കലും വിമർശനവും കൂടിയപ്പോൾ ഒരുപക്ഷെ ചെറുപ്പക്കാരൻ തടഞ്ഞിരിക്കാം. എന്നാൽ ആ വീഴ്ചകളിൽ നിന്ന് പഠിച്ച് സ്വയം ഇംപ്രൂവ് ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു. തന്റെ വീക്ക്നെസ് തിരിച്ചറിഞ്ഞ് അത് ചേഞ്ച് ചെയ്തു. കാരണം വിജയ് ഒരു സൂപ്പർ സ്റ്റാർ ആയി ജനിച്ചതല്ല, മറിച്ച് ഹാർഡ് വർക്കിലൂടെയും വിമർശനങ്ങളെയൊക്കെ ഒരു ചവിട്ടുപടിയാക്കിയും സ്വയം ഒരു സൂപ്പർ സ്റ്റാർ ആയി വളരുകയായിരുന്നു. നെഗറ്റിവിറ്റി തളരാതെ വിജയ് തന്റെ ട്രാക്ക് മാറ്റി പിടിച്ചു. ആക്ഷൻ സിനിമകളിൽ നിന്ന് റൊമാന്റിക് ഫാമിലി സിനിമകളിലേക്ക് അദ്ദേഹം ഫോക്കസ് ചെയ്തു. 1996 റിലീസായ പൂവേ ഉനക്കാകെ എന്ന സിനിമയായിരുന്നു ആ യാത്രയിലെ ആദ്യ മൈൽ സ്റ്റോൺ. ആ സിനിമയുടെ ബ്ലോക്ക് ബസ്റ്റർ വിജയം വിജയെ തമിഴ്നാട്ടിലെ ഫാമിലി ഓഡിയൻസിനെ ഫേവറേറ്റ് ആക്കി മാറ്റി. അതോടൊപ്പം തമിഴ് TV ചാനലുകളിൽ വന്ന തന്റെ ഈ സിനിമകളിലൂടെ കേരളത്തിലും അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി. 90കളുടെ അവസാനത്തിലും 2000ത്തിന്റെ തുടക്കത്തിലും മലയാള സിനിമ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. മമ്മൂട്ടി, മോഹൻലാലും സുരേഷ് ഗോപിയും ജയറാമും നിറഞ്ഞു നിന്ന കാലം. എന്നാൽ യൂത്തിനെ അട്രാക്ട് ചെയ്യുന്ന റൊമാന്റിക് ഫാമിലി സിനിമകൾക്ക് അവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പിലേക്കാണ് വിജയ് സിനിമകൾ കറക്റ്റായി വന്നത്. കാതലുക്ക് മര്യാദ, തുള്ളാത്ത മനവും തുള്ളും പോലുള്ള സിനിമകൾ കേരളത്തിലും വലിയ തരംഗം ഉണ്ടാക്കി. ഈ സിനിമകളിലെ റൊമാൻസും പാട്ടും ഡാൻസും വിരഹവും ഫാമിലി ബോണ്ടിങ് എല്ലാം മലയാളി ഓഡിയൻസ് ഏറ്റെടുത്തു. തുള്ളാത്ത മനവും തുള്ളും പോലുള്ള സിനിമകൾ കേരളത്തിലെ തിയേറ്ററുകളിൽ 100ലധികം ദിവസം ഓടിയെന്ന ട്രാക്കേഴ്സ് പറയപ്പെടുന്നു. ഇത് തമിഴ് സിനിമകൾക്ക് അക്കാലത്ത് ഒരു പുതിയ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്തു. വിജയ് എന്ന റൊമാന്റിക് ഹീറോയെ കേരളത്തിലെ ഫാമിലീസും യൂത്തും ഒരുപോലെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. പുതിയ ജനറേഷന്റെ പ്രണയവും പ്രശ്നങ്ങളും നിറഞ്ഞ സിനിമകൾക്ക് മലയാളി ഓഡിയൻസിനിടയിൽ നല്ല അക്സെപ്റ്റൻസ് കിട്ടി. ഖുഷി, പ്രിയമാനവളെ, ഫ്രണ്ട്സ്, ബദരി, ഷാജഹാൻ, യൂത്ത്, അങ്ങനെ കേരളത്തിലെ മിക്ക തിയേറ്ററുകളിൽ വിജയ് സിനിമകൾ ഒരു സ്ഥിരം കാഴ്ചയായി. അതൊരു വലിയ കൊടുങ്കാറ്റിന്റെ തുടക്കമായിരുന്നു. റൊമാന്റിക് ഹീറോയിൽ നിന്ന് ഒരു മാസ് ഹീറോയിലേക്കുള്ള വിജയുടെ ട്രാൻസ്ഫോർമേഷൻ വളരെ പെട്ടെന്നായിരുന്നു. 2003 റിലീസായ തിരുമലൈ ഒരു ആക്ഷൻ ഹീറോ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രമായിരുന്നു. പുതിയ ഗെറ്റപ്പും പൊളിച്ചെടുക്കുന്ന ഡാൻസും മാസും സ്റ്റൈലും എല്ലാം ആരാധകർ വിസിലടിച്ച് സ്വീകരിച്ചു. എന്നാൽ വിജയ് എന്ന നടനെ കേരളത്തിന്റെ യൂത്തിന്റെ ഹരമാക്കി മാറ്റിയത് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഗെയിം ചേഞ്ചർ എന്ന് പറയാവുന്ന സിനിമയായിരുന്നു 2004 പുറത്തിറങ്ങിയ ഗില്ലി. ഗില്ലി കേരളത്തിലെ തിയേറ്ററുകൾ ശരിക്കും ഇളക്കി മറിച്ചു. അതുവരെ കണ്ട വേറെ ഒരു റൊമാന്റിക് വിജയ് മാത്രമായിരുന്നില്ല ഗില്ലിയിൽ ഓഡിയൻസ് കണ്ട്. അതിഗംഭീര എനർജിയുള്ള കോമഡി പറയുന്ന വില്ലന്മാരെ ഇടിച്ചു നിരത്തുന്ന ഒരു മാസ് ഹീറോ. സിനിമയിലെ കബഡി സീനുകളും പ്രകാശ് രാജിന്റെ വില്ലൻ ക്യാരക്ടറുമായിട്ടുള്ള കോൺഫ്ലിക്റ്റും കേരളത്തിലെ യൂത്തിന് വലിയ ആവേശമായി. അതിലുപരി അപ്പിടിപ്പോട് എന്ന സോങ് കേരളത്തിലെ ക്യാമ്പസിലും ഫെസ്റ്റിവലിലും ഒക്കെ ഒരു സിഗ്നേച്ചർ സോങ് ആയി മാറി. വിജയുടെ ഓരോ ഡാൻസ് സ്റ്റെപ്പും ഫാൻസ് കോപ്പി ചെയ്യാൻ തുടങ്ങി. ഗില്ലിയുടെ വിജയം ഒരു തുടക്കം മാത്രമായിരുന്നു. പിന്നീട് വന്ന ശിവകാശി, പോക്കിരി തുടങ്ങിയ സിനിമകൾ അദ്ദേഹത്തിന് മാസ് ഹീറോ ഇമേജ് ഉറപ്പിച്ചു. പോക്കിരിയിലെ ഒരു വാട്ടി മുടി പണി ടൈം പേച്ച് നാനേ കേക്കമാട്ടെ എന്ന ഡയലോഗ് മലയാളികൾക്കിടയെ പോലും സൂപ്പറായി. നമ്മൾ പറഞ്ഞ ഒക്കത്തില്ല. പ്രഭുദേവ ഡയറക്ട് ചെയ്ത ആ സിനിമയിലെ ആക്ഷനും സ്റ്റൈലും വിജയെ കേരളത്തിലെ ഏറ്റവും വലിയ തമിഴ് സ്റ്റാർസ് ഒരാളാക്കി മാറ്റി. ഈ സിനിമകളിലെ TV ചാനലുകളിൽ റിപ്പീറ്റ് അടിച്ച് വന്നോടെ തിയേറ്റർ സിനിമ കാണാതെ സാധാരണ ഫാമിലി ഓഡിയൻസിലേക്ക് വിജയ് എന്ന സ്റ്റാർ എത്തി. വിജയ് എന്ന ആക്ടർ പതിയെ പതിയെ കേരളത്തിന്റെ സ്വന്തം വിജയ് അണ്ണനായി മാറുകയായിരുന്നു. 2000ത്തിന്റെ തുടക്കത്തിൽ മലയാള സിനിമയിലെ ആക്ഷനും റൊമാൻസും കോമഡിയും ഒരുപോലെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു യങ് സ്റ്റാറിന്റെ കുറവുണ്ടായിരുന്നു. ആ സമയത്താണ് വിജയ്, അല്ലു അർജുൻ പോലുള്ള മറ്റ് ഭാഷകളിലെ ആക്ടേഴ്സ് കേരളത്തിലേക്ക് വരുന്നത്. തുപ്പാക്കി, കത്തി, തെരി, മെർസൽ തുടങ്ങിയ സിനിമകൾ ഈ ഫോർമുലയുടെ ബെസ്റ്റ് എക്സാമ്പിൾസ് ആണ്. ഈ സിനിമകളെല്ലാം കേരളത്തിൽ കോടികൾ കളക്ട് ചെയ്ത ബ്ലോക്ക് ബസ്റ്റേഴ്സ് ആയിരുന്നു. സിനിമകൾക്കൊപ്പം വിജയ് എന്ന വ്യക്തിയും അദ്ദേഹത്തിന് സിമ്പിളായി സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന രീതി വളരെയധികം ആളുകളെ അദ്ദേഹത്തിന്റെ ഫാൻസ് ആക്കി. ഞാൻ നെഞ്ചിൽ കുടിയിരിക്കും എന്ന് തുടങ്ങുന്ന അദ്ദേഹത്തിന്റെ സ്പീച്ചുകൾ ഫാൻസിന് ആവേശമായിരുന്നു. അതുപോലെ സിനിമകളിൽ അദ്ദേഹം ചെയ്ത സാധാരണക്കാരനെ റെപ്രസെന്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് കറപ്ഷനും അനീതിക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ സൊസൈറ്റിയോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആയി ഫാൻസ് കണ്ടു. കത്തിയിലെ കർഷകരുടെ പ്രശ്നങ്ങളെക്കുറിച്ചും മെർസലിലെ ഹെൽത്ത് സെക്ടറിനെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ സംസാരിച്ച് അതിനുള്ള ഉദാഹരണങ്ങളാണ്. ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഗോട്ട് എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ അദ്ദേഹത്തെ കാണാൻ കൂടിയ ആയിരങ്ങൾ അദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റിയുടെ ഏറ്റവും വലിയ പ്രൂഫായിരുന്നു. 2024 ഫെബ്രുവരി 2
ആ ദിവസമാണ് വിജയ് തന്റെ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന കാര്യം തുറന്നു പറഞ്ഞത്. തമിഴക വെട്രിക്കഴകം എന്ന പേരിൽ അദ്ദേഹം സ്വന്തമായി പാർട്ടി തുടങ്ങി. എന്നാൽ ആ പ്രഖ്യാപനത്തിനൊപ്പം ആരാധകരുടെ നെഞ്ചു തകർത്ത മറ്റൊരു വാർത്ത കൂടി ഉണ്ടായിരുന്നു. തന്റെ 69ാമത്തെ സിനിമയ്ക്ക് ശേഷം അഭിനയം നിർത്തുന്നു എന്ന തീരുമാനം രാഷ്ട്രീയം എനിക്കൊരു നേരം പോക്കല്ല, അതെന്റെ വലിയൊരു ആഗ്രഹമാണ് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ആ വാക്കുകളിൽ ഒരു നാടിന്റെ പ്രതീക്ഷയും ഒരു തലമുറയുടെ സങ്കടവും ഒരുപോലെ കാണാമായിരുന്നു. ഒരു വശത്ത് തങ്ങളുടെ പ്രിയപ്പെട്ട നടൻ നാടിനെ നയിക്കാൻ വരുന്ന സന്തോഷം, മറുവശത്ത് തങ്ങൾ ആഘോഷമാക്കിയ ആർത്ത് വിളിച്ച ആ ദളപതിയെ ഇനി സ്ക്രീനിൽ കാണാൻ കഴിയില്ലല്ലോ എന്ന വിഷമവും. എന്നാൽ രാഷ്ട്രീയത്തിൽ തുടക്കത്തിൽ തന്നെ വരുന്ന പ്രശ്നങ്ങൾ കാണിക്കുന്നത് സിനിമയിലെ പോലെ തന്നെ രാഷ്ട്രീയത്തിലും അദ്ദേഹത്തിന് ഒരുപാട് പോരാട്ടങ്ങൾ നടത്തേണ്ടി വരും എന്നതാണ്. 30 വർഷത്തിൽ കൂടുതൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വലിയൊരു കാലമാണിത്. ആ കാലം കൊണ്ട് വിജയ് ഒരു നടൻ എന്നതിലുപരി ഒരു തലമുറയുടെ ഓർമ്മകളുടെ ഭാഗമായി മാറി. കളിയാക്കിയവരുടെ മുന്നിൽ തലയുയർത്തി നിന്നതിന്റെ കഥയാണ് വിജയ്. വീഴ്ചകളിൽ നിന്ന് കൂടുതൽ ശക്തിയോടെ ഉയർന്നു വന്നതിന്റെ അടയാളമാണ് വിജയ്. ഗില്ലിയിലെ ആവേശവും പോക്കിരിയിലെ സ്റ്റൈലും തുപ്പാക്കിയിലെ കരുത്തും മാസ്റ്റർ സിനിമയിലെ അഭിനയവും ഇനി ഓർമ്മകൾ മാത്രമാകും. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കിയ ആ മാജിക്ക് ഇനിയും ആവർത്തിക്കില്ല. വിജയ് എന്ന നടൻ അഭിനയം നിർത്തുകയാണ്, പക്ഷെ ദളപതി എന്ന ആവേശം അവസാനിക്കുന്നില്ല. അത് സിനിമയുടെ ലോകത്ത് നിന്ന് ഒരു നാടിന്റെ പ്രതീക്ഷയായി രാഷ്ട്രീയത്തിന്റെ പുതിയ വഴിയിലേക്ക് ഇറങ്ങിയാണ്. ഒരു യുഗം അവസാനിക്കുകയാണ്. സിനിമയെ സ്നേഹിക്കുന്ന ഒരു തലമുറയ്ക്ക് വിജയ് കൊടുത്ത ആഘോഷങ്ങളുടെ, ആവേശങ്ങളുടെ, ഓർമ്മകളുടെ ഒരു നല്ല കാലം. ആ ഓർമ്മകൾ ഒരിക്കലും നശിക്കുന്നില്ല. കാരണം വിജയ് എന്നത് ഒരു സിനിമയായിരുന്നില്ല, ഒരു തലമുറയുടെ നെഞ്ചിടിപ്പായിരുന്നു. ആ നെഞ്ചിടിപ്പ് ഇനി ഒരു പുതിയ ലോകത്ത്, പുതിയ രീതിയിൽ, പുതിയ രൂപത്തിൽ തുടരും. നന്ദി ദളപതി, ഈ ആഘോഷങ്ങൾക്ക്, ഈ ഓർമ്മകൾക്ക്. താങ്ക് യു.